ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് അഗർബത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് കരിപ്പൊടിയും മരപ്പൊടിയും പശപ്പൊടിയുമാണ്. നമ്മൾ ഫസ്റ്റ് കരിപ്പൊടിയും മരപ്പൊടിയുമാണ് ഫസ്റ്റ് വേണ്ടത്. അത് രണ്ടും നമുക്കിനി മിക്സ് ചെയ്യാം. ഒരു ബൗളിൽ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. കുറച്ച് മാറ്റി വെക്കാനായിട്ട് ഒരു കുഞ്ഞി ബൗളും വേണം. ഈ ബൗളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൽ നാലിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് കരിപ്പൊടിയും ഇതും അടച്ചു വെക്കാം. നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം പശപ്പൊടി എടുക്കണം. ഈ നിറമാണ് പശപ്പൊടി. പശപ്പൊടി അടച്ചു വെക്കാം. ഇതും എല്ലാം വീണ്ടും കൂട്ടി മിക്സ് ചെയ്യണം കൂട്ടുകാരെ. അതിനുശേഷം ആവശ്യമായ വെള്ളം ഒഴിക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇത് ആവില്ല. ഇത് നമ്മൾ ഉണങ്ങി പോവാതെ നോക്കണം കുഴച്ച് കഴിഞ്ഞിട്ട്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഒരെണ്ണത്തിന് 100 രൂപയാണ്. ഈ പരുവത്തിൽ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ 3 സ്പൂണോ ഇടാം.
പിന്നെ നമുക്ക് വേണ്ടത് ബൂം സ്റ്റിക്കാണ്. ബൂം സ്റ്റിക്കിലേക്ക് പകുതി എടുത്തിട്ട് ആവശ്യത്തിനെടുത്തിട്ട് കയറ്റി വെക്കണം. നടുവിലേക്ക് കയറ്റി വെക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടി നമ്മൾ പരത്തുന്ന സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്തണം, അല്ലെങ്കിൽ ഇത് ആവില്ല. ഞാനിത് പരത്തി ഇത്രയും ആക്കി. ഈ മാവ് നിങ്ങൾ ഉണങ്ങിപ്പോവാണ്ട് സൂക്ഷിക്കണം. ഉണങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് ഞാൻ സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ 2 ഓയിലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അത് രണ്ടും നിങ്ങൾ ഏതേലും, ഞാനിപ്പോൾ ഇങ്ങനത്തെ കൂടി ബൗളാണ് എടുത്തിരിക്കുന്നത്. ഈ ബൗളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ അത്രയും ഒഴിച്ച് ഇതിൽ ചേർക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ടാറ്റ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.